വിവാദങ്ങൾ ആളിക്കത്തവേ ശശി തരൂർ നൽകിയ വിവാദ അഭിമുഖത്തിന്റെ പൂർണ്ണ പോഡ്കാസ്റ്റ് പുറത്ത് ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളെ തരൂർ തള്ളിക്കളഞ്ഞപ്പോൾ ഭരണകക്ഷിയുമായുള്ള പ്രത്യയശാസ്ത്രപരമായ എതിർപ്പുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചു. തന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയല്ല ബിജെപി എന്ന് തരൂർ വ്യക്തമാക്കി. സങ്കുചിത രാഷ്ട്രീയ ചിന്തകൾ തനിക്കില്ലെന്നും തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് കോൺഗ്രസിന് തോന്നിയിട്ടില്ലെന്നും തരൂർ തുറന്നടിച്ചു. എന്റെ സ്വന്തം പാർട്ടിയിലെ ചിലർ എന്നെ എതിർക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഭാവിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും താൻ കോൺഗ്രസിനോട് വിശ്വസ്തനാണെന്നും ആവശ്യമെങ്കിൽ പാർട്ടിയിൽ വലിയ പങ്ക് വഹിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. രാജ്യത്തെ സേവിക്കാനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും കേരളത്തിൽ ജനമനസ്സിൽ തനിക്കുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ താൻ ഉണ്ടാകുമെന്നാണ്, പാർട്ടിക്കകത്ത് സ്ഥാനമില്ലെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ടെന്നുമാണ് തരൂർ പോഡ്കാസ്റ്റിൽ പറയുന്നത്. തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് സോണിയാഗാന്ധി മൻമോഹൻ സിംഗുമാണെന്ന് തരൂർ പറയുന്നു. പാർട്ടിക്ക് സംഘടനാ ശക്തിയും മൂല്യങ്ങൾ കൊണ്ടുപോകാനുള്ള കഴിവും വേണമെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപി കാണിച്ച കഴിവ് കോൺഗ്രസിന് കാണിക്കാൻ സാധിച്ചിട്ടില്ലെന്നും കേരളത്തിൽ സിപിഎം കാണിച്ച കഴിവ് കോൺഗ്രസിന് കാണിക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ലെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ വികസനവും ഭാരതത്തിന്റെ ബഹുസ്വരതയും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ എല്ലാ മേഖലയിലും രാഷ്ട്രീയമുണ്ട്, സാഹിത്യത്തിലും രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലകളെ എതിർത്തവരാണ് ആദ്യം ഇടതുപക്ഷം, ഇപ്പോൾ അതിനെ അനുകൂലിക്കുന്നു. പക്ഷേ വിദേശ സർവകലാശാലകൾ വേണ്ടതാണ് തീരുമാനം. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ആ തീരുമാനവും മാറും. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും ഇടതുപക്ഷം അതിനെ എതിർക്കുന്നുണ്ട്. മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്തവരാണ്. എല്ലാത്തിനും അവർ പുറകെയാണെന്നും ശശി തരൂർ പറയുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.